ഹായ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും മീന ചേച്ചി എന്താ എവിടെ ഇരിക്കുന്നേ? ആരുടെ കൂടെ ഇരിക്കുന്ന? ഒരു ഡോക്ടറുടെ കോട്ടൊക്കെ ഇട്ട ഒരാൾ കൂടെ ഇരിപ്പുണ്ട്. ഞാൻ ഡോക്ടറുടെ കൂടെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് അൽവർക്കയിലാണ്, ആസ്റ്റർ ബ്യൂട്ടി ക്ലിനിക്കിലാണ്. ഡോക്ടർ വിമിയുടെ കൂടെയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ വിമി. ഹായ്. അപ്പൊ ഡോക്ടർ വിമി ആരാ പറയുന്നതിനേക്കാൾ മുൻപായിട്ട് ഒരു കാര്യം പറയാം. നിങ്ങള് എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ടായിരുന്നില്ലേ ലേസർ ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വീണ ചേച്ചി എവിടെയാണ് ലേസർ ചെയ്യാറുള്ളത്? അപ്പൊ ഇതിനു മുമ്പ് ഞാൻ ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ സ്ത്രീകളുടെ രോമവളർച്ചയെ കുറിച്ചിട്ടൊക്കെ പറയുന്ന ഒരു എപ്പിസോഡ്. അപ്പൊ അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ലേസർ ട്രീറ്റ്മെന്റ് ഇപ്പൊ ചെയ്തിട്ടാണ് ഹെയർ ഗ്രോത്ത് നന്നായി കുറഞ്ഞിട്ടുള്ള കാര്യം. അപ്പൊ ഞാൻ എവിടെയാണ് ലേസർ ചെയ്യുന്നതെന്നും ഏത് ഡോക്ടറെയാണ് കൺസൾട്ട് ചെയ്തതെന്നും നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ എപ്പിസോഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഡോക്ടർ വിമിയായിട്ട് സംസാരിക്കാം. ഓക്കെ, നമസ്കാരം ഡോക്ടർ. നമസ്കാരം. നമുക്ക് പിന്നെ ഒഫീഷ്യൽ ടോക്കിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മള് സ്ഥിരം കാണുന്ന ഡോക്ടർക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ട്, അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്നോട് എങ്ങനെയാണ് ഡോക്ടർ എപ്പോഴും സംസാരിക്കുന്നത് അതുപോലെ സംസാരിക്കാം, അത്രയേ ഉള്ളൂ. അപ്പൊ ഡോക്ടർ പറയും. ആദ്യം തന്നെ ഡോക്ടറുടെ പേഴ്സണൽ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. എവിടെയാണ് വീട്, നാട്? അപ്പൊ നമുക്കൊരു കണക്ഷൻ കിട്ടുമല്ലോ. ഞാൻ കോഴിക്കോടുകാരത്തെയാണ്. ഞാൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലാണ് MBBS ചെയ്തത്. പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡെർമറ്റോളജി ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ ദുബായിൽ വന്നിട്ട് ഒരു 12 years ആയി. കഴിഞ്ഞ ഒരു 7-8 years ആയിട്ട് ഞാൻ കൂടുതൽ കോസ്മെറ്റിക് ഡെർമറ്റോളജിയിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് സംതിങ് ഡിഫറെന്റ് ഫ്രം ക്ലിനിക്കൽ ഡെർമറ്റോളജി. നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ ബെറ്റർ റിസൾട്ട്സ് ആണ്. അതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ക്ലിനിക്കൽ ഡെർമറ്റോളജിയിൽ സേ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ആക്നി വരുവാണ്. ഇപ്പൊ ആക്നിയുള്ള ഒരു പേഷ്യന്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ ക്രീംസ് കൊടുക്കും, ടാബ്ലറ്റ്സ് കൊടുക്കും അതിന്റെ സിവിയറിറ്റി അനുസരിച്ച്. പക്ഷെ അതെല്ലാം കഴിഞ്ഞ എല്ലാം മാറിക്കഴിഞ്ഞാലും അതിന്റെ ഒരു സ്കാർ വരും, അതിന്റെ ഒരു പിഗ്മെന്റേഷൻ വരും. അപ്പൊ നമ്മൾ അതിന്റെ കൂടെ നമ്മൾ കെമിക്കൽ പീലിംഗ് അല്ലെങ്കിൽ ലേസർ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരു കംപ്ലീറ്റ് റിസൾട്ട് അല്ലേ. അപ്പൊ അങ്ങനെ എനിക്ക് ക്ലിനിക്കൽ ഡെർമറ്റോളജിയിലും ഈ കോസ്മെറ്റിക് പ്രൊസീജിയർ കൊണ്ടുവരാൻ ഭയങ്കര ഇഷ്ടം. അതിലൊരു ഒരു കംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് പിഗ്മെന്റേഷൻ ആണെങ്കിൽ നമ്മള് വെറുതെ ഇപ്പൊ ഒരു ക്രീം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സൺസ്ക്രീൻ എല്ലാ ഡോക്ടേഴ്സും കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടെ നമ്മൾ ഇങ്ങനത്തെ കെമിക്കൽ പീലിങ്ങോ അല്ലെങ്കിൽ മീസോതെറപ്പി വിച്ച് ഇസ് വെരി ഇഫക്റ്റീവ്. അങ്ങനെ നമ്മള് ഈ കെമിക്കൽ പീലിംഗ് എന്നൊക്കെ പറയുമ്പോ ഇങ്ങനെ സ്കിന്നിന് പൊളിഞ്ഞു വരും. അപ്പോ നമ്മള് സൺ പ്രൊട്ടക്ഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇനിയിപ്പോ ആ പീൽ ചെയ്തതിന് പെട്ടെന്ന് തന്നെ സൺ എക്സ്പോഷർ ആകുമ്പോഴത്തേക്ക് കറുത്തു പോകും. പക്ഷെ മീസോതെറപ്പി ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആ വൈറ്റമിൻസ് ഉള്ളിലേക്ക് ഇതാക്കണം. അപ്പൊ സൺ പ്രൊട്ടക്ഷൻ വേണം, എന്ത് പ്രൊസീജിയർ ആയാലും സൺ പ്രൊട്ടക്ഷൻ വേണം. പക്ഷെ മീസോതെറപ്പി ആണെങ്കിൽ കൂടുതൽ ഈ അണ്ടർ ഐ പിഗ്മെന്റേഷനും വേറെ സ്കിന്നിൽ വരുന്ന പിഗ്മെന്റേഷനൊക്കെ നല്ല കാണാറുണ്ട്. അത് കൂടാതെ ഈ കോസ്മെറ്റിക് ഡെർമറ്റോളജിക്ക് ഒരു ആന്റി ഏജിങ് ഒരു ഇതുണ്ട്. ആന്റി ഏജിങ് ട്രീറ്റ്മെന്റും അതിൽ ഇൻക്ലൂഡ് ഉണ്ട്. ആന്റി ഏജിങ് എന്ന് പറഞ്ഞാൽ റിങ്കിൾസ്, സാഗിങ് ഓഫ് ദ ഫേസ്. പിന്നെ ഈ സാഗിങ് ഓഫ് ദ ഫേസ് ആയിട്ടല്ല പേഷ്യന്റ് വരിക. പേഷ്യന്റ് വരുമ്പോഴത്തേക്ക് കണ്ണിനടിയിലൊരു കറുപ്പ്, അതല്ലെങ്കിൽ ഇങ്ങനെ ലാപ്പ് ലൈൻ ഇങ്ങനെ അല്ലെങ്കിൽ ഒരു ഗ്ലോ ഇല്ല എന്റെ ഫേസിൽ, എന്തിട്ടിട്ട് ഒരു ഗ്ലോ വരുന്നില്ല. അപ്പൊ ഏർലി സൈൻ ഓഫ് ഏജിങ് ആണ് അവരത് പറയുന്നത്. അപ്പൊ നമ്മള് സ്കിൻ റീജുവനേഷൻ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ഇങ്ങനത്തെ PRP അങ്ങനത്തെ ഒക്കെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ നല്ല ഇമ്പ്രൂവ്മെന്റ് ആണ്. വെറുതെ അവരിങ്ങനെ ക്രീം മാത്രം തേക്കുമ്പോൾ അത്ര ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവില്ല. ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് കൂടി ചെയ്യുമ്പോൾ നന്നായിട്ട് ഇമ്പ്രൂവ്മെന്റ്. അതാണ് എന്റെ. ഞാൻ ഡോക്ടറെ ശരിക്കും പരിചയപ്പെടുന്നത് കുറെ വർഷങ്ങളായി പരിചയപ്പെട്ടിട്ട്, പക്ഷെ കൂടുതൽ അടുത്തറിയാൻ കഴിഞ്ഞപ്പോ അല്ലെ 1 വർഷമൊക്കെ ആയിട്ടാണ്. നിങ്ങൾക്കറിയാലോ ഈ PCOD ഉള്ള കാരണം ഒരുപാട് ഹെയർ ഗ്രോത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഹെയർ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം അത് മാനസികമായിട്ട് ഒരുപാട് വിഷമം തരുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇപ്പൊ പ്രത്യേകിച്ചും ഞാനിപ്പോ കുറെ കുട്ടികളെ കാണുമ്പോൾ ഡോക്ടർ നമ്മൾ പുറത്ത് പോകുമ്പോഴും ഒക്കെ ഞാൻ എന്റെ ചെറുപ്പകാലമാണ് നോക്കുന്നത്. കാരണം ഒരു 10-12 വയസ്സാവുമ്പോഴേക്കും കുട്ടികൾ വലിയ കുട്ടികളാവുന്ന ഒരു അവസ്ഥയാണല്ലോ. അപ്പോൾ ഈ കുട്ടികളുടെ ചുണ്ടിന് രോമം വരിക അങ്ങനെയൊക്കെ ആവുമ്പോ അവര് അനുഭവിക്കുന്ന മാനസിക അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഞാൻ അതിൽ കൂടെ കടന്നു വന്ന ഒരാളാണ്. അന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ട്രീറ്റ്മെന്റ് ഇല്ല, നമുക്കറിയില്ല. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ചികിത്സയുണ്ട് അല്ലെ. ആ കറക്റ്റ് ടൈമിൽ നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എഫക്റ്റീവ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നാട്ടിൽ വെച്ചിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അത് കുറെ കാലത്തിന് മുമ്പായിട്ട്, ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുമ്പായിട്ട് ലേസർ ചെയ്തിട്ട് ഞാൻ ഇവരടുത്ത് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ ഇപ്പോഴുള്ള ബ്ലാക്ക് ലേസർ ചെയ്യണോ പേടിച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ഓർക്കുന്നുണ്ട്. ഫുള്ള് ഇങ്ങനെ കറുപ്പായി ലേസർ ചെയ്യണോ എന്നുള്ള പേടി.
ഭയങ്കര പേടിയാണ്. കാരണം നമുക്കറിയില്ല, അപ്പൊ പലതരത്തിലുള്ള ലേസേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോ ദിവസം എന്നുള്ള രീതിയിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അന്ന് ഞാൻ ചെയ്യുമ്പോൾ ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. പെയിൻഫുൾ മാത്രമല്ല, പൈസ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ. മാത്രമല്ല ഇപ്പൊ PCOD ഉള്ള കാരണം നമുക്കിപ്പോ ഒരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ പലരും ഡോക്ടറെ അടുത്തിനോട് സംസാരിക്കുമ്പോൾ അവർ സത്യം പറയില്ല. അതായത് ഇപ്പൊ എനിക്ക് PCOD ഉണ്ടെന്ന് എനിക്കറിയാം, ഡോക്ടറിനോട് പറയുമ്പോഴും അവര് 6 സിറ്റിംഗ് മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ആദ്യം പൈസ വാങ്ങിക്കും. 6 സിറ്റിംഗ് മതി. പക്ഷെ എനിക്ക് 6 സിറ്റിംഗ് കൊണ്ടൊന്നും ആവുന്നില്ല. വളരെ ആരും സത്യം പറയുന്നില്ല. അപ്പൊ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, അവരുടെ ഒരു ഇത് നടക്കണമെന്നല്ലാതെ നമ്മളൊരു പേഷ്യന്റ് എന്നുള്ള രീതിയിൽ അവർക്ക് അതിനുള്ള ഒരു ഇത് കിട്ടണമെന്നോ അല്ലെങ്കിൽ അവരുടെ മാനസിക വിഷമങ്ങളോ അവര് മനസ്സിലാക്കുന്നില്ല. അപ്പൊ നമ്മുടെ അടുത്ത് നിന്ന് പൈസ പോകുന്നല്ലാതെ എനിക്ക് യാതൊരു വിധ ഗുണം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞ ലേസറിന്റെ ഒരു ബെനിഫിറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഡോക്ടറെ പരിചയപ്പെട്ടതിന് ശേഷം. അപ്പൊ അത് ശരിക്കും ഒരു നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ആ വീഡിയോയിൽ ഇവരടുത്ത് പറഞ്ഞതിന് ശേഷം എനിക്ക് ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി അത് ഞാൻ ആദ്യം ചെയ്തിരുന്ന ഒരുപാട് പൈസ ആയിട്ടുണ്ട്, ഈവൻ ദുബായിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നപ്പോ. അപ്പൊ എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, സാധാരണക്കാർക്ക് പറ്റില്ല. പക്ഷെ ഇവിടെ ഞാൻ വന്നപ്പോ എനിക്ക് മനസ്സിലാക്കാൻ വളരെ അഫോർഡബിൾ ആണ് അല്ലെ. അപ്പൊ അത് ഇവർക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവും. കാരണം ഇപ്പൊ പലരും പറയും ഇപ്പൊ എന്താ കുറച്ച് രോമം ഉണ്ടെങ്കിൽ എന്താന്ന് ചിന്തിക്കുന്ന കുറച്ച് പേരുണ്ടാവും. പക്ഷേ രോമം ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ട് തന്നെയാണ്, അത് അനുഭവിക്കുന്നവർക്ക് അറിയുള്ളൂ. അതിന്റെ ട്രീറ്റ്മെന്റ് ലേസർ തന്നെയാണ്. അതെ, അതാണ്. വേറെ എന്തിപ്പോ നമ്മുടെ PCOD ഉണ്ടെങ്കിലും PCODനെ ട്രീറ്റ് ചെയ്താലും ആ മുഖത്ത് കിടക്കുന്ന മുടി കളഞ്ഞാലേ അതിന് ലേസർ ഹെയർ റിഡക്ഷൻ തന്നെയാണ് ട്രീറ്റ്മെന്റ് ഉള്ളത്. സോ ഐഡിയലി ഇപ്പൊ ഒരു പേഷ്യന്റ് നമ്മുടെ ഫേസിലൊക്കെ പറയാം 4 to 6 സെഷൻസ് ആണ്. ഒരു 1 month ഗ്യാപ്പിൽ ചെയ്യാൻ പറയും. 3-4 സെഷൻ കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ഗ്യാപ്പ് 4 to 6 weeks ആവും. അപ്പൊ അതുപോലെ ചെയ്യണം. പക്ഷെ ഒരു PCOD ഉള്ള ആൾക്ക് ഈ ഒരു ഫസ്റ്റ് ഇംപ്രൂവ്മെന്റ് കാണണമെങ്കിൽ തന്നെ കുറച്ചും കൂടി അധികം സെഷൻസും വേണം. അതെ, എന്നാലും ഫൈനലി യു വിൽ സീ ദ ഇംപ്രൂവ്മെന്റ്. പിന്നെ ലേസർ എന്ന് പറയുന്നത് ഒരു 100% ഹെയർ റിമൂവൽ ഇല്ല. thick hair ഉള്ളത് തിക്കാവും, the number of the hair will reduce, growth reduce ചെയ്യും, അതാണ് ഉണ്ടാവുക. ഇനി ഒരു സിഗ്നിഫിക്കന്റ് ഇംപ്രൂവ്മെന്റ് കണ്ടു തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെയിൻ്റനൻസ് ആവശ്യമാണ്. അപ്പൊ അത് എല്ലാരും അറിഞ്ഞിരിക്കണം. ചിലർ വിചാരിക്കും ഇങ്ങനെ വാക്സിൻ ത്രെഡിങ് 2-3 സെഷൻ ചെയ്യാൻ പോവാ, അങ്ങനെയല്ല. അപ്പൊ എല്ലാരും അത് അറിഞ്ഞിരിക്കണമല്ലോ. അങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ്. പക്ഷെ നല്ല റിസൾട്ട് ആണ്. മെയിൻ്റനൻസ് ചിലപ്പോ ചിലർക്ക് 3 monthsന്റെ ഒക്കെ ഗ്യാപ്പ് കിട്ടും, 3 to 4 months. ചിലരെന്ത് ചെയ്യും, ഈ ഒരു റിസൾട്ട് കണ്ടു പറഞ്ഞിട്ട് പിന്നെയും വാക്സിൻ പിന്നെയും ത്രെഡിങ്ങിലേക്ക് പോകുമ്പോ അത് പിന്നെ തിക്കായിട്ട് വരും. അപ്പൊ അവന് റിസൾട്ട് കിട്ടിയതേ ഇല്ല എന്ന് പറയും. അപ്പൊ ഞാനിങ്ങനെ ഹിസ്റ്ററി എടുക്കുമ്പോഴാണ് മനസ്സിലാവുക ഇങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ ഇതെല്ലാരും അറിഞ്ഞിരിക്കണം. ഹെയർ റിഡക്ഷന് നല്ല ട്രീറ്റ്മെന്റ് ആണ്, പക്ഷെ യു നീഡ് മെയിൻ്റനൻസ്. ലേസറിന് എല്ലാവർക്കും ഒരു പേടിയാണ്. അത് ലേസർ റേഡിയേഷൻ ആണോ എന്നാണ് എല്ലാരും ചോദിക്കുക. അത് സേഫ് ആണോ, പ്രഗ്നൻസിയിൽ സേഫ് ആണോ? അപ്പൊ ഞാൻ എല്ലാവരോടും പറയുന്നത് ലേസർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് വേവ്സ് ആണ്. നമ്മുടെ ടോർച്ചിൽ നിന്ന് വരുന്ന ലൈറ്റ് ഇല്ലേ, അതുപോലെയാണ്. അപ്പൊ ഇറ്റ്സ് നോട്ട് റേഡിയേഷൻ. എക്സ്റേ പോലെ റേഡിയേഷനേ അല്ല, ലേസർ ലൈറ്റ് വേവ്സ് ആണ്. അത് ഒരു പ്രത്യേക ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഭയങ്കര ഹൈ ഇന്റൻസിറ്റി കൊണ്ടുവന്നിട്ട് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ, ഇപ്പൊ ഹെയറിനെയാണോ ടാർഗറ്റ് ചെയ്യുന്നത്, ഹെയറിനെ ടാർഗറ്റ് ചെയ്യും. ആ ലൈറ്റ് വേവ്സിനെ ഹീറ്റ് വേവ്സ് ആവും. പഠിച്ചില്ലേ, ഹൈ ഇന്റൻസിറ്റിയിലുള്ള ഹീറ്റ് ആവും. എന്നിട്ട് അത് ബേൺ ചെയ്യാണ് ചെയ്യുന്നത്, കരിച്ചു കളയാണ്. ആ റൂട്ട്സിനെ ടാർഗറ്റ് ചെയ്യുന്നു, അതിനെ കരിച്ചു കളയുന്നു. തന്നെ കൊഴിഞ്ഞു പോകും. ചില കരിഞ്ഞ മുടികള് 2 ആഴ്ച ഇങ്ങനെ നിൽക്കും, പിന്നെ തന്നെ കൊഴിഞ്ഞു. അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ ഫേസ്ബുക്കിലൊക്കെ പരസ്യങ്ങൾ വരുന്നുണ്ട്, വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ലേസർ ചെയ്യാന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ ലേസേഴ്സ് ഉണ്ട്. പക്ഷെ അത് അത്ര 100% സേഫ് അല്ല. പക്ഷെ പിന്നെ അഗെയിൻ തിക്നെസ് ഓഫ് ദ ഹെയറും നമ്മുടെ സ്കിൻ ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ ഏത് ലേസർ ആണ് തിരഞ്ഞെടുക്കുന്നത്. ഇപ്പൊ നമ്മള് ഇങ്ങനത്തെ ഡിവൈസസ് ഉണ്ടാവില്ല, അത് ഏത് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങളെ ഹെയറിന് അത് പറ്റുമോ, നിങ്ങളെ സ്കിൻ ടൈപ്പിനെ പറ്റുമോ, അതോ ഒന്നാമത്. ചിലപ്പോൾ ബേൺസ് ഒക്കെ ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ഡിവൈസസ് യൂസ് ചെയ്തിട്ട്. So better you consult a doctor. Maybe maintenance ഒക്കെ ചിലപ്പോൾ ചെയ്യാൻ പറ്റുമായിരിക്കും. ഒരു തിൻ ഹെയർ ആയിട്ട്, പക്ഷെ ഒരു നല്ല സിഗ്നിഫിക്കന്റ് ഒരു PCOD പോലത്തെ ഒരു പേഷ്യന്റ് ഭയങ്കര തിക്കായിട്ടുള്ള ഹെയർ, അതിന് പോയിട്ട് ഇങ്ങനത്തെ ചെയ്യാതെ ഇരിക്കുന്നതാണ് നല്ലത്. ഐ പ്രൊട്ടക്ഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ ഹൈ ഇന്റൻസിറ്റി ലൈറ്റ് ആണ്, അത് കണ്ണിലേക്ക് അടിച്ചാൽ റെറ്റിന. അപ്പൊ ഐ പ്രൊട്ടക്ഷൻ ഇസ് എ മസ്റ്റ്. കണ്ണെപ്പോഴും അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ബാക്കി ഒന്നുമില്ല, റേഡിയേഷൻ അല്ല, പക്ഷെ ഐ പ്രൊട്ടക്ഷൻ
പ്രൊട്ടക്ഷൻ ഇസ് എ മസ്റ്റ്. അപ്പോൾ നമ്മളിപ്പോ വീട്ടിൽ ഉപയോഗിക്കുന്ന ശരിക്കും പ്രൊട്ടക്റ്റീവ് ഇല്ലാതെ എല്ലാവിധ കോംപ്ലിക്കേഷൻസിലേക്കും പോകും. അപ്പൊ സോ ബെറ്റർ നോട്ട് ടു ഗോ. അതുപോലെ തന്നെ ഇപ്പൊ PCOD അന്ന് ഞാൻ ലേസർ ചെയ്യാൻ പോയപ്പോഴും എന്റെ സ്കിൻ ടോൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവ് ആണ്, അറിയാലോ, ഡോക്ടർക്ക് അറിയാലോ. അപ്പൊ നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോ പറയണം സ്കിന്ന് ഇതേപോലെ സെൻസിറ്റീവ് ആണ്. വെരി ഇമ്പോർട്ടന്റ്, അത് ഭയങ്കര ഇമ്പോർട്ടന്റ്. ഹെയറിന്റെ ടൈപ്പും സ്കിന്നിന്റെ ടൈപ്പും ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഓരോ സ്കിൻ ടൈപ്പിനും ഓരോ തരം ലേസർ ആണ്. ചില ഇപ്പൊ അലക്സാൻഡ്രൈറ്റ് എന്നൊക്കെ പറഞ്ഞ ലേസർ ഉണ്ട്. ചിലപ്പോ ചില ക്ലിനിക്കില് ആ അലക്സാൻഡ്രൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങളെ ഹെയറിന് അത് സൂട്ട് ചെയ്തില്ലെങ്കിൽ ചിലപ്പോ അത് തന്നെ വെച്ച് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ചിലപ്പോ കോംപ്ലിക്കേഷൻസ് ഒക്കെ വരിക. അപ്പൊ എപ്പോഴും ആ രണ്ട് ടെക്നോളജി, ബേസിക്കലി ആ തിൻ ഹെയറിനെയും തിക്ക് ഹെയറിനെയും ടാർഗറ്റ് ചെയ്യുന്ന ടെക്നോളജികളുടെ ക്ലിനിക്കിൽ പോകുന്നതായിരിക്കും വരുന്നത്. NDAG എന്ന് പറഞ്ഞ ടെക്നോളജിന്റെ അലക്സാൻഡ്രൈറ്റ് യൂഷ്വലി ആ രണ്ട് കോമ്പിനേഷനാണ്, തിക്ക് ഹെയറും തിൻ ഹെയറും ടാർഗറ്റ് ചെയ്യുന്ന ലേസർ. അപ്പൊ അങ്ങനത്തെ ലേസർ ഒക്കെ ഉള്ള സ്ഥലത്തൊക്കെ പോകണം എന്തായാലും. അപ്പൊ ഒരു ഡോക്ടറെ കാണുമ്പോ ഡോക്ടർ അഡ്വൈസ് ചെയ്യല്ലോ, നിങ്ങളെ ഹെയർ ടൈപ്പ് സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് അത് ഏത് ലേസറാണ് വേണ്ടതെന്ന് മനസ്സിലാക്കി തരും. അപ്പൊ അതായിരിക്കും എത്തുന്നുണ്ട്. ലൈക്ക് തിക്ക് ഹെയറിനാണ് മോർ ഇഫക്റ്റീവ്. സ്കിൻ ടോൺ കുഴപ്പമില്ല എന്നല്ല, ഈ ഫെയർ സ്കിന്നിന് പറ്റിയ ലേസർ ഡാർക്ക് സ്കിന്നിൽ പോയി ചെയ്യരുത്. അപ്പൊ പൊള്ളാനും ലേസർ ബേൺസിനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ മോർ ഇമ്പോർട്ടന്റ് ഹെയർ ടൈപ്പിന് ഭയങ്കര തിക്കും ഡാർക്കും ആയിട്ടുള്ള ഹെയർ ഉണ്ടല്ലോ, അതിനാണ് ബെസ്റ്റ് റിസൾട്ട്. അപ്പൊ തുടക്കത്തിൽ നല്ല റിസൾട്ട് ഇമ്മീഡിയറ്റ്ലി 1-2 സെഷൻ ചെയ്യുമ്പോഴേക്കും ഡ്രാമാറ്റിക് ചേഞ്ച് വരും. പിന്നെ അത് സ്ലോ ആയിരിക്കും. ആ തിന്നായിട്ടുള്ള ഹെയർ ആകുമ്പോ പിന്നെ നമ്പർ റെഡ്യൂസ് ചെയ്ത് കുറഞ്ഞു. അപ്പൊ തിക്ക് ഹെയറും ഡാർക്ക് ആയിട്ടുള്ള ഹെയറിനെയും ആണ് നല്ല റിസൾട്ട് കിട്ടുക ലേസറിൽ. അപ്പൊ ഇതില് പെയിൻലെസ്സും പെയിൻഫുൾ എന്നൊക്കെ പറയണ്ട. പക്ഷെ പെയിൻലെസ് എന്ന് പറഞ്ഞാൽ എനിക്ക് പക്ഷെ ഇതുവരെ അങ്ങനത്തെ ഒരു പെയിൻലെസ് എന്നുള്ളത് എനിക്കത് കൺസെപ്റ്റ് മനസ്സിലായില്ല. പെയിൻ സബ്ജക്റ്റീവ് ആണല്ലോ. ചില ആൾക്കാർക്ക് പെയിൻ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ഒരേ തരത്തിലുള്ള ഇത് ആണെങ്കിൽ തന്നെ രണ്ട് ഇൻഡിവിജ്വൽസിന് രണ്ട് തരത്തിലല്ലേ. അപ്പൊ നമ്മളെ NDAGന് കുറച്ചുകൂടി പെയിൻഫുൾ ആണെന്ന് ചില ആൾക്കാർ പറയും, അലക്സാൻഡ്രൈറ്റ് ലെസ് പെയിൻഫുൾ. ബട്ട് ചില ആൾക്കാർക്ക് അലക്സാൻഡ്രൈറ്റിനും ഇത് ഫെയർ സ്കിന്നിന് പറ്റുന്ന ലേസറിനും പെയിൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ പെയിൻ തീരെ പറ്റില്ലെങ്കിൽ നമ്മള് ഈ എംല ക്രീം ഉണ്ടല്ലോ, പെയിൻ ഒരു പ്രശ്നമേ അല്ല ലേസറിന്. ഇനിയിപ്പോ അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് നമ്മൾ ക്രീം തേച്ചിരുത്തും ചെയ്തിട്ട് ചെയ്യും. അപ്പൊ ഒരു അത് നിങ്ങൾ പറയണം. നിങ്ങളുടെ അത്രയും സെൻസിറ്റീവ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ പ്രത്യേകിച്ചും പറയും, എനിക്ക് അത്രയും പെയിൻ പറ്റില്ല, അതുകൊണ്ട് ക്രീം അപ്ലൈ ചെയ്യാൻ പറയുകയാണെങ്കിൽ ഡോക്ടർ അത് ചെയ്യും, ഡോക്ടർ അവരുടെ അടുത്ത് പറയും. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. കാരണം ഡോക്ടേഴ്സ് ഇപ്പൊ എല്ലാവരും നിങ്ങളുടെ ഇത് അറിഞ്ഞ് പെരുമാറണമെന്നില്ല. അപ്പൊ എല്ലാവർക്കും ഇതുപോലെ നല്ല ഡോക്ടർമാരെ കിട്ടണമെന്നില്ലല്ലോ. അപ്പൊ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഓപ്പണായി പറയാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പൊ എനിക്ക് ഇവിടെ വന്നിട്ടുള്ള ഏറ്റവും ഗുണം തോന്നിയില്ല, എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് നമ്മുടെ ഡോക്ടറായിട്ട്, എന്തും സംസാരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ പെയിൻ ആണെങ്കിൽ ഞാൻ പെയിൻ ഉണ്ടെന്ന് പറയും. മാത്രമല്ല ഇവിടെ വന്നിട്ട് എനിക്കൊരു ഗുണം തോന്നിയിട്ടുള്ളത്, മറ്റേ പണ്ട് ഞാൻ ചെയ്തപ്പോൾ ഈ നമ്മള് ലേസർ ചെയ്തിട്ട് 2-3 ദിവസം എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. കാരണം ഇവിടെയൊക്കെ വീർത്തിട്ട് ചിലപ്പോ പൊട്ടും. അപ്പൊ ഇങ്ങനെ റെഡ് കളർ മാർക്സ് ഒക്കെ ആയിട്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പൊ അതിനെ ഡോക്ടറെ അടുത്ത് പറയും, എനിക്ക് വീഡിയോ ചെയ്യണം പറയാറില്ലേ. അപ്പൊ നമ്മള് ചെയ്ത് കഴിഞ്ഞ് 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇതങ്ങ് പോകും. അടയാളങ്ങൾ അങ്ങനെ ഒരു ഇച്ചിരി ഇങ്ങനെ സ്വെല്ലിംഗ് പോലെ വരും. പക്ഷെ 10 മിനിറ്റ് കൊണ്ട് അത് പോകുന്നുണ്ട്. അതാണ് ഏറ്റവും എനിക്ക് ബെസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം. അപ്പൊ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മുടെ സ്കിന്നാണ്. അപ്പൊ ഏത് സ്ഥലത്ത് പോവാണെങ്കിലും എന്താണെങ്കിലും ഡോക്ടേഴ്സിന്റെ അടുത്ത് ഓപ്പണായി സംസാരിക്കുക. അതാണ് എനിക്ക് ഈ ലേസറിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ലേസർ അല്ലാണ്ട് നമുക്ക് ഇവിടെ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ട്? ലേസർ ഇല്ലാതെ ഞാൻ ഏറ്റവും കൂടുതൽ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് PRP എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ്. അത് സ്കിൻ റീജുവനേഷന്, ഇപ്പൊ നല്ല ഗ്ലോ കിട്ടാനും ഫൈൻ റിങ്കിൾസിന്. അപ്പൊ ഏജിങ് സ്കിന്നിന് വേണ്ടിയില്ല. യൂഷ്വലി ഏർലി 30s മിഡ് 30s ഫീമെയിൽസില്. മെയിൽസില് ഫീമെയിലും മെയിലും ആയിട്ട് ഒരു 15 years ഡിഫറൻസ്. ഇപ്പൊ ലേഡീസ് 30-32 പറയണമെങ്കിൽ മേ ബി 45 മെയിൽസിന്റെ ഏജിങ് സൈൻസ് കണ്ടുതുടങ്ങുന്നത്. അപ്പൊ ഇതൊരു നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് ഈ PRP എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ്. അതെന്താ വെച്ചാൽ ഈ ബ്ലഡ് നമ്മൾ എടുക്കും, നമ്മൾ ലാബിൽ നിന്ന് എടുക്കുമല്ലോ, ഒരു ചെറിയ ട്യൂബിൽ എടുക്കും, എന്നിട്ട് അത് സെൻട്രിഫ്യൂജ് ചെയ്യും. അപ്പൊ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ബ്ലഡില് സെൽസ് ഉണ്ട്, പ്ലാസ്മ, ഫ്ലൂയിഡ് അതുണ്ട്. അപ്പൊ നമ്മൾ ആ സെൽസിനെ താഴെ വെച്ചിട്ട് ഫ്ലൂയിഡ് പ്ലാസ്മയിലാണ് എടുക്കുന്നത്. ആ പ്ലാസ്മയിൽ പ്ലേറ്റ്ലെറ്റ്സ് സസ്പെൻഡഡ്, പ്ലേറ്റ്ലെറ്റ്സ് സെൽസ് ആണ്. അപ്പൊ ഈ പ്ലേറ്റ്ലെറ്റ്സിന്റെ പണി എന്താണ്, നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാവുമ്പോൾ നമ്മള് രക്തോട്ടം അതിലേക്ക് വരുമല്ലോ, ആ സ്ഥലത്തേക്ക് വരുമ്പോൾ കൂടുതൽ പ്ലേറ്റ്ലെറ്റ്സ് ആണ്, ഈ സെൽസ് ആണ് അങ്ങോട്ട് വരിക. ആ ഹീലിംഗ് പ്രോസസ്സിനെ സഹായിക്കും. അപ്പൊ നമ്മള് ഈ PRP ഒക്കെ കുത്തി വെക്കുമ്പോൾ നമ്മളൊരു ട്രോമ ഉണ്ടാക്കല്ലേ. ചിലപ്പോ നമ്മൾ PRPന്റെ കൂടെ മൈക്രോ നീഡ്ലിംഗ് എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് ചെയ്യും. നീഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു നമ്മിങ് സ്കിൻ, എല്ലാം തെറ്റിച്ചിട്ടേ ചെയ്യുള്ളൂ. അത് പെയിൻഫുൾ ഒന്നല്ല. ഈ നീഡല് സൂചി പറയുമ്പോഴത്തേക്ക് അതിലൊക്കെ പേടിയായിരിക്കും. നീഡല് റോൾ ചെയ്യാന്നൊക്കെ പറയുന്നത് സിമ്പിൾ പ്രൊസീജിയർ ആണ്.
അപ്പൊ ചെറിയ ചെറിയ നീഡേഴ്സ് അപ്പൊ നമ്മളിങ്ങനെ പോക്ക് ചെയ്യും. അതിന് കൂടെ നമ്മൾ PRPയും ആഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഈ പോക്ക് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റിമുലസ് കൊടുക്കുകയാണ് ബ്രെയിനിൽ, ഇവിടെ എന്തോ ഒരു ഇഞ്ചുറി നടക്കുന്നത്. അപ്പൊ പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ടാവും. അതിന്റെ കൂടെ നമ്മൾ ഈ കോൺസെൻട്രേറ്റഡ് പ്ലേറ്റ്ലെറ്റ്സ് നമ്മൾ ബ്ലഡിൽ നിന്ന് എടുക്കുന്നുണ്ടല്ലോ, അതും കൂടി ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ കൂടുതൽ അവിടെ ഒരു ഹീലിംഗ് പ്രോസസ് നടക്കും. അതില് കൂടുതൽ കൊളാജൻ, നമ്മള് ഏജിങ് എന്ന് പറയുമ്പോഴത്തേക്ക് കൊളാജൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മള് ഈ സ്കിന്നിന്റെ സ്ട്രക്ചർ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പ്രോട്ടീൻ ആണ് കൊളാജൻ. അത് നമ്മുടെ സ്കിന്നിൽ നിന്ന് ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ ഏജിങ് സയൻസ് വരുന്നത്. അപ്പൊ എന്ത് ട്രീറ്റ്മെന്റും കൊളാജൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആന്റി ഏജിങ് ട്രീറ്റ്മെന്റ്. അതിൽ PRP എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് നല്ല എഫക്റ്റീവ് ആണ്. അതുകൂടാതെ നമ്മൾ റിങ്കിൾസ് സാഗിങ്ങിനൊക്കെ ട്രീറ്റ്മെന്റ്. ഇപ്പൊ ബോട്ടോക്സ് റിങ്കിൾസ് നമ്മുടെ സ്കിന്നിൽ അത്രയും പ്രോമിനന്റ് അല്ല. എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് കുറച്ചുകൂടി ഹെവി സ്കിൻ, നമുക്ക് സാഗിങ് ആണ് കൂടുതൽ. നമ്മുടെ ചീക്സ് ഇങ്ങനെ ഫ്ലാറ്റ് ആവും, കണ്ണിനടി ഇങ്ങനെ കുഴി വരും, ഈ ലാപ്പ് ലൈൻ ഇങ്ങനെ പ്രോമിനന്റ് ആയി വരും. അപ്പൊ നമ്മളിങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സ്. അപ്പൊ അത് നമ്മളിപ്പോ മെഷീൻസ് ആയിട്ടുണ്ട്. ഇപ്പൊ അൾട്രാസൗണ്ട് ഹൈഫു എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് ഉണ്ട്, ഹൈ ഇന്റൻസിറ്റി ഫോക്കൽ അൾട്രാസൗണ്ട്. അത് നമ്മൾ ഹീറ്റ് ഒരു പെർട്ടിക്കുലർ ലെവലില് സ്കിന്നിൽ കൊടുക്കുമ്പോഴത്തേക്ക് അത് സ്റ്റിമുലേറ്റ് ചെയ്യും കൊളാജന്, അത് ലിഫ്റ്റ് കൊടുക്കും. അതുകൂടാതെ നമുക്ക് ത്രെഡ്സ് എന്നൊക്കെ പറഞ്ഞ ട്രീറ്റ്മെന്റ് ഉണ്ട്. ത്രെഡ്സ് എന്നൊക്കെ പറയുന്നത് നമ്മള് അപ്പൊ നൂല് തന്നെയാണ് ത്രെഡ്, ഒരു തരം ഒരു കാൻഡിലയിൽ വരും. അപ്പൊ അത് നമ്മള് ചെറിയ പ്രിക്ക് എടുത്തിട്ട് അത് സ്കിന്നിന്റെ അടിയിലേക്ക് കുത്തിവെച്ച് അതിനെ ലിഫ്റ്റ് ചെയ്യും. ഇനി അഗെയിൻ നിങ്ങൾ വിചാരിക്കും ത്രെഡ് സ്കിന്നിന്റെ അടിയിൽ കിടന്നിട്ട് പെയിൻഫുൾ ആണോ, ഇനി ത്രെഡ് സേഫ് ആണോ? സേഫ്റ്റി ആണല്ലോ നമ്മൾ എപ്പോഴും മനസ്സിലേക്ക് വരാം. ഈ ത്രെഡ്സ് എന്ന് പറയുന്നത് നമ്മള് ഈ ഇതുണ്ടല്ലോ, നമ്മള് ഈ കാർഡിയാക് സർജറി അവിടെയൊക്കെ ചെയ്യുമ്പോൾ അത് it is safe to be underneath the inside the soluble ആണ്. അപ്പൊ ഈ സ്കിന്നിന്റെ അടിയിലേക്ക് കുത്തി വെക്കുമ്പോഴത്തേക്ക് ഈ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുള്ളൂ, ചെറിയ ബ്രിക്ക് ഇടുക, അങ്ങനെ ഇടുക. അപ്പൊ നല്ല ലിഫ്റ്റ്, നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് ഈ ത്രെഡ്സ്, ഫേസ് ലിഫ്റ്റിംഗ് ത്രെഡ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് സ്റ്റിമുലേറ്റ് ചെയ്യും കൊളാജന്, അറ്റ് ദ സെയിം ടൈം യു ഗെറ്റ് എ ലിഫ്റ്റ്. അതുകൂടാതെ ഫില്ലർ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ഇപ്പൊ ചില ഏരിയാസിൽ ഇപ്പൊ കണ്ണിനടിയിൽ കുഴിഞ്ഞ സ്ഥലത്ത് നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ്, ഇപ്പൊ പേഷ്യന്റ് വരിക എനിക്ക് ഒരു ടയർഡ് ലുക്ക് എപ്പോഴും, എന്ത് കണ്ണിന്റെ അടിയിൽ ഐ ക്രീംസ് ഒന്നും ചെയ്തിട്ട് പോകുന്നില്ല. അപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആ ഒരു സാഗിങ് ഉണ്ടാവും, ചെറുതായിട്ട് ഒരു കുഴി ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്നതിന്റെ കൂട്ടത്തില് ഈ ഇങ്ങനത്തെ ഫില്ലിംഗ് ട്രീറ്റ്മെന്റ് കൂടി ചെയ്യേണ്ടി വരും. അപ്പൊ ഒരു ഡ്രമാറ്റിക് റിസൾട്ട് കിട്ടും. നമ്മൾ എന്ത് ക്രീം വെച്ചാലും എന്ത് ചെയ്താലും ആ റിസൾട്ട് കിട്ടില്ല. പിന്നെ നമുക്ക് ചില ആന്റിമാരൊക്കെ ഇപ്പോഴും കാണുമ്പോൾ ഇപ്പോഴും യങ് ആയിരിക്കും. ജനറ്റിക് ഓഫ് കോഴ്സ് നമ്മള് ഈ ഏജിങ് തന്നെ രണ്ട് തരത്തിലുണ്ട്. ഇൻട്രിൻസിക് ഏജിങ് ഉണ്ട്, എക്സ്ട്രാ ഔട്ട്സൈഡ് കാര്യങ്ങൾ, സ്ട്രെസ്, സൺ എക്സ്പോഷർ, അതുണ്ട്. ഇൻട്രിൻസിക് എന്ന് പറയുന്നത് മോസ്റ്റ്ലി ജനറ്റിക് ആണ്. നമ്മൾ നല്ല ജീനിനെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ സെയിം ഏജിലുള്ള പലരും പല രീതിയിലല്ലേ ഏജ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മള് നല്ല ജീൻസിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നവർക്ക് സയൻസ് ഓഫ് ഏജിങ് ലേറ്റ് ആയിട്ട് അത് പുണ്യമാണ്. അത് കിട്ടിയ ശരിക്കും നല്ല വ്യത്യാസം ഉണ്ടാവും. സ്ട്രെസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. സ്ട്രെസ് കൊണ്ട് എല്ലാ സ്കിൻ പ്രോബ്ലംസും കൂടും, പ്ലസ് ഏജിങ്ങും കൂടും, കണ്ണിനടിയില് കറുപ്പ് കൂടും. സ്ട്രെസ് ഉണ്ട്, പിന്നെ സൺ എക്സ്പോഷർ, ഭയങ്കരമായിട്ട് സൺ എക്സ്പോഷർ വരുമ്പോഴും അതാണ് സൺസ്ക്രീൻ ഒരു ആന്റി ഏജിങ് ക്രീം പോലെ നമ്മൾ എപ്പോഴും സൺ പ്രൊട്ടക്ഷൻ വേണം പറയുന്നത്. അപ്പൊ ചോദിക്കും വൈറ്റമിൻ ഡി കുറയില്ല. ബാക്കിയുള്ള നിങ്ങൾക്ക് ഫേസ് ആണ് നിന്ന് ഭംഗിയൊക്കെ വെക്കണമെങ്കിൽ ഫേസ് ബാക്കിയുള്ള ഏരിയസിലേക്ക് എക്സ്പോസ്. അപ്പോ സൺസ്ക്രീന് അല്ലെങ്കിൽ ഏജിങ് സൈൻ വരും, കറുപ്പ്. നമ്മളെ സ്കിന്നില് ഒരു ലാക്ക് ഓഫ് ഗ്ലോ, ഒരു ഗ്ലോ പോലെയാണ് നമ്മള് സൗത്ത് ഇന്ത്യൻ സ്കിന്നിൽ കുറച്ചും കൂടി ഒരു ഡാർക്ക്. ഞാനിപ്പോ വെയിലത്ത് ഒരു 10 മിനിറ്റ് നടക്കുമ്പോഴെങ്കിലും ആ വാച്ചൊക്കെ ഊരി കഴിഞ്ഞ് ഇവിടെ പിന്നെ അത് മാത്രമല്ല ഞാൻ പുറത്ത് തണുപ്പുള്ള സ്ഥലങ്ങളുണ്ടല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടൂർ പോലെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്താണെന്നറിയാം, ഈ യൂറോപ്പിലൊക്കെ പോയി അയ്യോ നമ്മള് വെളുത്ത് ആൾക്കാർ കുറെ കഷ്ടപ്പെട്ടു. അതായത് ആൾക്കാർ പറയും ഫെയർ സ്കിന് വലിയ കുഴപ്പം, എന്നാലും നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇരിക്കാനല്ലേ ആഗ്രഹം. അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പപ്പായ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടൊന്ന് വെളുത്ത് വന്നിട്ട് യൂറോപ്പിൽ പോയി അവിടെ നമ്മള് സണ്ണുണ്ടല്ലോ എല്ലാ സമയത്ത് UVB ഒക്കെ നമ്മൾ അടിച്ചുകൊണ്ടേ ഇരിക്കുക. പക്ഷെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നടക്കുമല്ലോ, നമ്മള് ടൂറിനൊക്കെ പോകുമ്പോ. പക്ഷെ തണുപ്പത്ത് പോകുമ്പോഴാണ് എനിക്ക് പ്രശ്നം, വെയിലൊന്നുമില്ല. പക്ഷെ വെയിലുണ്ടാവും, നിങ്ങൾ അപ്പൊ നമുക്ക് നല്ല സുഖല്ലേ. നമ്മള് ദുബായില് നമ്മൾ ഇറങ്ങി നടക്കില്ലല്ലോ വെയിലുകൊണ്ട്. അതാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ നമ്മള് ഞാന് സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് മുങ്ങി കുറച്ചിതൊന്ന് ഇപ്പൊ നീന്തൽ വെറുതെ ഞാൻ കോളേജിൽ നിന്ന് ബ്ലാക്ക് തണ്ടർ പോയി എന്നെ കണ്ടിട്ടിരിക്കുന്നത്
അതെല്ലേ, ആ ക്ലോറിനേറ്റഡ് വാട്ടർ അതിവിടെ എല്ലാവർക്കും ഉണ്ട്. ക്ലോറിനേറ്റഡ് വാട്ടറിൽ സ്വിമ്മിങ് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിയുമ്പോൾ കറുത്തു പോകും. അതിന്റെ കൂടെ സൺ എക്സ്പോസസ് വരെയല്ലേ, അപ്പൊ അതുകൊണ്ടായിരിക്കും. ഇതിപ്പോ ഞാൻ ചില ദിവസം വീഡിയോ എടുക്കുമ്പോ ചിലർ കമന്റ് ചേച്ചി കറുത്തുപോയി. സംഭവം എന്താന്ന് വെച്ചാൽ ഈ വെള്ളത്തിൽ ഇറങ്ങുക അല്ലെങ്കിൽ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാല് രാവിലെ 8 മണി വരെ ഓക്കെ, അത് കഴിഞ്ഞ് അറിയാണ്ട് ഒരു 8:30 വരെ നമ്മൾ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ഇതാവും. അപ്പൊ പക്ഷെ എനിക്ക് എന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ സൺസ്ക്രീൻ ലോഷൻ പരട്ടുമ്പോഴ് ആകെ ഒരു എന്തോ എനിക്കൊരു എല്ലാവർക്കും ആ കൺസിസ്റ്റൻസിയാണ് ഇമ്പോർട്ടന്റ്. ഇതിന്റെ ആ ടെക്സ്ചർ ഓഫ് നമ്മുടെ സ്കിന്നെ ഇങ്ങനെ ഒട്ടുന്ന പോലെ ഉള്ളത് ആരും ഉപയോഗിക്കില്ല. അപ്പൊ നല്ല ഇപ്പൊ മാർക്കറ്റിൽ ജെൽ ഫോർമുലേഷൻ ഉണ്ട്, ലോഷൻ ജെൽ എന്ന് പറയുന്ന സാധനങ്ങള്. അത് ഇട്ട് കഴിഞ്ഞാലും ഇങ്ങനെ സ്റ്റിക്കി ആവില്ല, ഇങ്ങനെ പെയിന്റ് അടിച്ച പോലെ ഉണ്ടാവില്ല. അതാണ് ആണുങ്ങൾക്ക് കൂടുതൽ അത് തീരെ ഇഷ്ടമല്ലല്ലോ. അപ്പൊ അവനക്ക് ഞാൻ ചില ബ്രാൻഡ്സ് ചെയ്ത് കൊടുക്കാറുണ്ട്, അത് ഓക്കെയാണ്, അത് ചെയ്തല്ലേ പറ്റൂ. അതിന്റെ കൂടെ പിന്നെ അത് നല്ല പ്രൊട്ടക്ഷൻ ഉണ്ടോ, UVAയും UVBയും പ്രൊട്ടക്റ്റഡ് ആണോ, വാട്ടർ റെസിസ്റ്റന്റ് ആണ്. പിന്നെ ടെക്സ്ചർ ഇതാണ് നോക്കണ്ടേ. ക്രീം ഉണ്ട്, ലോഷൻ ഉണ്ട്, ജെല്ല്. ക്രീം ഒരിക്കലും യൂസ് ചെയ്യരുത്. ക്രീം ഇങ്ങനെ ക്രീമി ഓയിലി ആയിരിക്കും. അതിങ്ങനെ തീരെ ആൾക്കാർക്ക് 2 ദിവസം ഇടും, 3-ാം ദിവസം നിർത്തി കളയും. ആ ഫീല് ഇഷ്ടമില്ലാത്തതുകൊണ്ടേ. ഈ ലോഷനും ജെല്ലൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. എന്നിട്ട് നമ്മൾ ഫീമെയിൽസ് ആണെങ്കിൽ അതിന് മേലെ നമുക്ക് കോമ്പാക്റ്റും പൗഡറും ഒക്കെ ഇടാലോ, അപ്പൊ പ്രൊട്ടക്ഷൻ കിട്ടുമല്ലോ. ഞാൻ അതൊന്നും ഉപയോഗിക്കാത്ത ഒരാളാണ്, പൗഡർ ഉപയോഗിക്കില്ല, കോമ്പാക്ട് ഒന്നും. അപ്പൊ ഈ സൺസ്ക്രീൻ മാത്രം ഇട്ട് പോകുമ്പോഴേ ഒരുമാതിരി എന്നെ എന്തോ പുട്ടിയടിച്ച് വെച്ച പോലെ എനിക്ക് എന്തോ ഇഷ്ടമില്ലാത്തൊരു ഫീൽ. പക്ഷെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ, ഇങ്ങനത്തെ ഈ ജെല്ലോ ലോഷനോ ഉപയോഗിക്കാം. അതിന്റെ മേലെ ഒരു ചെറിയ കോമ്പാക്ട് ഒക്കെ ഇടുമ്പോൾ പ്രസന്റബിളും ആയിരിക്കും, അറ്റ് ദ സെയിം ടൈം വിൽ ഗെറ്റ് ദ പ്രൊട്ടക്ഷൻ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കത്തി. ഞാൻ ഇവരുടെ റെപ്രസെന്റേറ്റീവ് ആണ്, ഇവർക്ക് ചോദിക്കാനും ഇവർക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഡോക്ടറുടെ. ഡോക്ടർക്ക് അതിന് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. അയ്യോ ഞാൻ ഇപ്പൊ വീഡിയോ സംസാരിച്ചപ്പോ നമ്മളിങ്ങനെ ആ ഒരു ഇൻഹിബിഷൻ അങ്ങ് പോയി. ഇനി വല്ലതും ഞാൻ മറന്നുപോയി. പിന്നെ ഇവിടുത്തെ ഇതിന്റെ ട്രീറ്റ്മെന്റിന്റെ പൈസയുടെ കാര്യം, കാരണം ഒരുപാട് പേർക്ക് അത് താല്പര്യം ഉണ്ടാവും അറിയാൻ. കാരണം പല സ്ഥലങ്ങളിലും പല റേറ്റ് ആണ് ഇത് വരുന്നത്. ഇപ്പൊ 4 സെഷൻ ഇവിടെ ഞാൻ 4 സെഷനാണ് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്, പിന്നെ ഇപ്പൊ 4 സെഷൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ റേറ്റ് പറയാൻ പറ്റുമോ? നമ്മള് ഒരു ബോഡി പാർട്ട് അനുസരിച്ചല്ലേ. നമ്മളിപ്പോ അപ്പർ ലിപ്പോ ചിഹ്ന മാത്രമാണെങ്കിൽ 200 ഒക്കെ അല്ലേ സിംഗിൾ സെഷൻ അത്രേ വരുന്നുള്ളൂ. ഇനി നിങ്ങൾ ഒരു 6 സെഷൻ എല്ലാവരോടും ഞാൻ പറയും പാക്കേജ് എടുക്കാൻ വേണ്ടിട്ട്. കാരണം എന്തായാലും ഒരു സിംഗിൾ സെഷൻ എടുത്തിട്ട് നിങ്ങൾ റിസൾട്ട് കിട്ടൂല. അപ്പൊ പാക്കേജ് എടുക്കുമ്പോൾ ഈ 200 പിന്നെയും കുറയുമല്ലോ. ഡെഫിനറ്റ്ലി ഈ 6 സെഷൻ നിങ്ങൾക്ക് വേണ്ടി വരും. അപ്പൊ ഓൾവേസ് ഒരു പാക്കേജ് എടുക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ അങ്ങനെയാണ്. ലോക്കലൈസ്ഡ് ഏരിയസിൽ 150 to 200 വരുന്നുള്ളൂ. വലിയ ബോഡി പാർട്സ് എടുക്കുമ്പോൾ ഫേസ് ഒക്കെ വരുമ്പോ ലോ ഫേസ് മാത്രമേ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ വരുള്ളൂ. ക്വൈറ്റ് റീസണബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പല ക്ലിനിക്കിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ക്ലിനിക്കില് റേറ്റ്സ് ഒക്കെ ക്വൈറ്റ് റീസണബിൾ ആണ്. പിന്നെ നല്ല മെഷീനാണ്, റിസൾട്ട് ഗ്യാരണ്ടീഡ് ആണല്ലോ, അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. എല്ലാ സർവീസസും. ഡോക്ടർ വർക്കിംഗ് അവേഴ്സ് എങ്ങനെയുണ്ട്? ഞാൻ എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും ഈവനിങ് 2 to 8. ഫ്രൈഡേ മാത്രം നമ്മൾ ഓഫാണ്. തേഴ്സ്ഡേസ് മാത്രം മോർണിംഗില് 9 to 2. അല്ലെങ്കിൽ ഈവനിങ് 2 to 8 എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും ഉണ്ടാവും. അപ്പൊ ഇവിടെയാണ് ഞാൻ വന്നിട്ട് ലേസർ ഒക്കെ ചെയ്യുന്നത്. പിന്നെ ഞാൻ വേറൊരു ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അത് ഞാൻ ചെയ്തിട്ട് എന്തെങ്കിലും എന്താ പറയുക റിസൾട്ട് കിട്ടാണ്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരിക്കലും പറയില്ല. അത് ഡോക്ടർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ലേസറിന്റെ കാര്യത്തിൽ എനിക്ക് 100% ഗ്യാരണ്ടി പറയാൻ പറ്റും. കാരണം ഇവർക്ക് അതിന്റെ ശരിക്കും അറിയാൻ പറ്റുന്നുണ്ടാവും. കാരണം ഞാൻ ഈ യൂട്യൂബ് വീഡിയോ തുടങ്ങാൻ കുറെ നാളുകൾക്ക് മുമ്പ് ആലോചിച്ചിട്ടും എന്റെ ഫേസ് ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ക്യാമറയ്ക്ക് മുന്നിൽ ഫേസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഒരു നമുക്കൊരു കോംപ്ലക്സ് ഫീലിംഗ് വരുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ എനിക്ക് കുഴപ്പമുണ്ട്, എനിക്ക് എന്നെ സ്വയം ഒരു ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ എനിക്ക് കോൺഫിഡൻസ് കിട്ടുള്ളൂ. അതുകൊണ്ട് അത് ശരിയാവുന്ന വരെ ഞാൻ ക്യാമറ ഫേസ് ചെയ്തിട്ടില്ല. അപ്പൊ അതുപോലെ കുട്ടികൾ പറയുമ്പോഴോ അതെനിക്ക് അവരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം അവരിപ്പോ ഓഫീസിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുമ്പോഴോ മാത്രമല്ല ഡോക്ടറേറ്റ് ഇവിടെ നമുക്ക് പ്രശ്നമില്ല. ഇവിടെ നമ്മളുടെ കുറെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യുന്നത്. പക്ഷെ നാട്ടിലത്തെ ഇപ്പൊ എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, പക്ഷെ കുറച്ച് പേരെങ്കിലും ഉണ്ട് നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോ ഇതേപോലെ ഫേസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ മുഖത്തില് രോമം മാത്രമല്ല കേട്ടോ, തടിയാണെങ്കിലും എന്താണെങ്കിലും ആകെ എല്ലാവരും മുന്നിൽ വെച്ചിട്ട്
ഇവര് പ്രേസിക്കുന്ന പോലെ അയ്യോ എന്ത് പറ്റി മുഖത്തുനിന്ന് രോമ, അതായത് അവര് ചുമ്മാ ഒരു വാക്ക് പറയുന്നത്. പക്ഷെ ആ കേൾക്കുമ്പോ നമ്മുടെ മനസ്സിലുള്ള വിഷമം, നമ്മൾ അല്ലെങ്കിലേ വിഷമത്തിരിക്കുന്നത്. പക്ഷെ എന്നിട്ട് ഒരു കല്യാണത്തിന് പോകുമ്പോ അമ്മയച്ഛനെ നിർബന്ധിച്ചിട്ടായിരിക്കും ചിലപ്പോ മേബി നമ്മളത് പോകുന്നുണ്ടാവും. അവിടെ ചെല്ലുമ്പോ കേൾക്കുന്നത് ഇതുപോലത്തെ സംസാരങ്ങൾ. അപ്പൊ നമ്മൾ ഒരിക്കലും പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം പോകില്ല കല്യാണത്തിന് അല്ലെങ്കിൽ ഫംഗ്ഷന്. അപ്പൊ അതെനിക്കറിയാം, ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പിന്നെ സൈക്കോളജിക്കലി അത്രയും എഫക്ട് ചെയ്യുന്നുണ്ട് ഈ ഹെയർ ഗ്രോത്ത്. പിന്നെ അത് അനുഭവിക്കുന്നവർക്ക് അറിയാൻ പറ്റും. അതിപ്പോ നമ്മളൊരു ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഇതുപോലെ ഹെയർ ഗ്രോത്ത് ഉണ്ടെങ്കിൽ ആൾക്കാർ തോണ്ടിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും, നോക്കിക്കേ. അപ്പൊ എല്ലാവരും അവരിങ്ങനെ നോക്കും. അങ്ങനെയാകുമ്പോ ആൺകുട്ടികളാണെങ്കിലും ടീസ് ചെയ്യും, പെൺകുട്ടികളാണെങ്കിലും ടീസ് ചെയ്ത പെൺകുട്ടിക്ക് ഉണ്ടാവില്ല. അപ്പൊ മറ്റേ കുട്ടിയുടെ വേദന ആ കുട്ടിക്ക് അറിയുന്നില്ല. അപ്പൊ അത് പലപ്പോഴും അത് മനസ്സിലാക്കുന്നില്ല. അപ്പൊ പലർക്കും അത് കുറെ കഴിയുമ്പോൾ എന്താ പറയാ വീടിന്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങി കൂടാനുള്ള ടെൻഡൻസി. എങ്ങനെയെങ്കിലും എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മള് വീട്ടുവൈദ്യങ്ങൾ നമ്മൾ കുറെ ചെയ്യും. ഞാൻ എന്തോരം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മാസികകളിലും അല്ലെങ്കിൽ ടിവിയിൽ വരുന്ന കുറെ പൊടിക്കൈകളൊക്കെ വെച്ച് ചെയ്തിട്ട് നമുക്കൊന്നും മാറുന്നില്ല. അതിന് വേണ്ടി എത്ര പൈസ ചെലവഴിക്കാൻ നമ്മൾ തയ്യാറാണ്. പൈസ ഉള്ളവര്, ഇല്ലാത്തവർ എന്ത് ചെയ്യും? അപ്പൊ അത് മാനസികമായിട്ട് നമ്മൾ പിന്നെ ചിലവര് എന്താ പറയാ കല്യാണാലോചന വരുമ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലല്ലോ. ഓക്കെ, ചിലവർക്ക് കുഴപ്പം തോന്നിയില്ല. പിന്നെ അത് കുട്ടികൾ PCOD ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട. അപ്പൊ എല്ലാം കൂടി ആവുമ്പോ നമ്മള് മാനസികമായിട്ട് ഒരുപാട് ബാധിക്കുന്ന ഒരു കാര്യമാണ് അത്. ഞാൻ എന്താ പറയാ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഹെയർ ഒന്നും ഇല്ലാത്ത ആൾക്കാര്, നിങ്ങൾ ഹെയർ ഉള്ള ആൾക്കാരൊന്നും കളിയാക്കാതിരിക്കുക. പിമ്പിൾസും വരും ചിലർക്ക് ലോ ഫേസിലാണ്. അപ്പൊ യൂഷ്വലി ആ ലോ ഫേസ് ജോ ലൈനിലാണ് വരിക. ഒരിക്കലും പിമ്പിൾ ഇല്ലാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് പിമ്പിൾ വരുന്നു, പെട്ടെന്ന് ഹെയർ ഗ്രോത്ത് വരുന്നു. അപ്പൊ PCOD തിന്നിങ് ഓഫ് ദി ഹെയർ ആണ് കൂടുതൽ. തിന്നായി വരുന്നത് ഫ്രണ്ടില് ആ പാർട്ടിംഗ് ലൈൻ തിന്നായി വരും. കൊഴിച്ചിലിനേക്കാൾ കൂടുതൽ തിന്നിങ് ഓഫ് ദ ഹെയർ ആണ് PCOD കൂടുതൽ. പിന്നെ മുടി കൊഴിച്ചില് പിന്നെ ദുബായില് ഭയങ്കര കോമൺ ആണ്. അത് രണ്ടും കൂടി അപ്പൊ എല്ലാം കൂടി ഞാൻ പറഞ്ഞല്ലോ ഈ PRP പോലത്തെ ചികിത്സാ രീതികൾ അതിനും നല്ലതാണ്. ഫേസില് കൂടുതൽ ഹെയർ ഗ്രോത്തിനും നല്ലതാണ്. അപ്പൊ ഈ തിന്നിങ് ഓഫ് ദ ഹെയർ മെയിൽസിൽ വരുന്ന ബോൾനെസ് ഉണ്ടല്ലോ അതിനും നല്ലത്, കഷ്ണിക്ക് നല്ലതാണ്. ഫീമെയിൽസിൽ PCODക്ക് വരുന്ന തിന്നിങ്ങിനും പരിധി വരെ കുറഞ്ഞിരിക്കും. അതിന്റെ കൂടെ നമ്മൾ ലോഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നതിന്റെ കൂടെ ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ്സ് കൂടി ചെയ്യുമ്പോൾ പ്രൈസ് ഒക്കെ എങ്ങനെയാ അഫോർഡബിൾ ആണോ? നമുക്ക് പാക്കേജസ് ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഇപ്പൊ ഒരു പാക്കേജിന്റെ ഒരു സിംഗിൾ സെഷന് 500 600 ആ റേഞ്ചിലാണ്. 600 അങ്ങനെ. പക്ഷെ നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് ചെയ്യണം. ചിലപ്പോൾ ഇതിനേക്കാൾ കുറച്ചൊക്കെ ചെയ്യുന്ന ക്ലിനിക്കുകൾ ഉണ്ടാവും. പക്ഷെ അവർ കറക്റ്റ് ആയിട്ടാണോ ഈ പ്ലേറ്റ്ലെറ്റ് എടുക്കുന്നത്, അതിന്റെ കോൺസെൻട്രേഷൻ കറക്റ്റ് ആണോ, അതൊക്കെ വെച്ചിട്ടല്ലേ നമുക്ക് ട്രീറ്റ്മെന്റ് റിസൾട്ട് ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ നമ്മൾ കുറച്ചുകൂടി ചീപ്പർ ഏരിയയിലേക്ക് പോകുമ്പോഴത്തേക്ക് അപ്പൊ അവർ ശരിക്കും ചെയ്യുന്നുണ്ടോന്ന് കൂടി അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ റിസൾട്ട് വിൽ ബി കോംപ്രമൈസ്. അപ്പൊ അതാണ്. പക്ഷെ ഇങ്ങനെ 500-600 റേഞ്ചിലാണ് ഒരു സിംഗിൾ സെഷന്. അഗെയിൻ ഇഫ് യു ടേക്ക് എ പാക്കേജ് അത് പിന്നെ റെഡ്യൂസ് ചെയ്യും. അപ്പൊ ഓൾവേസ് എന്ത് സെഷൻ ഇങ്ങനത്തെ സ്കിൻ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഒരു 2-3 സെഷനൊക്കെ ചെയ്യുമ്പോഴേ എനിക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പാക്കേജ് വെക്കുന്നത്. അതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങള്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു ട്രീറ്റ്മെന്റ് ഞാൻ എടുക്കാൻ പോകുന്നുണ്ട്. അത് എടുത്തിട്ട് അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്യണം. അതെ, കണ്ണിന്റെ അടിയിൽ എന്റെ കറുപ്പുണ്ട്. അപ്പൊ ഡോക്ടർ പറയണ്ടത് അത് മാറ്റി തരാന്ന് പറയണ്ടേ. നമുക്ക് ലെറ്റ്സ് സീ. അപ്പൊ നിങ്ങൾക്ക് ഈ സെഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇതിന്റെ അഡ്രസ് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് തരാം അല്ലെ. ഇവിടുത്തെ നമ്പറും ഇമെയിൽ അഡ്രസ്സും ടൈമിങ്സും ഒക്കെ കാര്യങ്ങളെല്ലാം ഞാൻ തരാം കേട്ടോ. അപ്പൊ എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ ഫോൺ വിളിച്ച് ചോദിച്ചാൽ മതി. പിന്നെ ഇവിടെ ഉള്ള സിസ്റ്റേഴ്സ് കുറെ മലയാളികളുണ്ട്. പിന്നെ ലേസർ ചെയ്യുന്ന ലേഡി ഫിലിപ്പിനോ ആണ്. ഷീസ് വെൽ എക്സ്പീരിയൻസ്. ഒരു 8 years ഒക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും എന്തുണ്ടെങ്കിലും ഞാൻ സൂപ്പർവൈസ് ചെയ്യും. ഇത് ഫ്ലുവൻസും എത്രയാണ് പവർ എന്നുള്ളതൊക്കെ അവളോട് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഷീസ് വെൽ എക്സ്പീരിയൻസ്. ഞാൻ ഇതുവരെ ഒരു കോംപ്ലിക്കേഷൻ ഒന്നും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതെ, അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം. അപ്പൊ അതിനു മുമ്പായിട്ട് അടിപൊളിയാണ്. ഇപ്പൊ മനസ്സിലായി ഞാൻ എന്തൊക്കെയോ കത്തിച്ചു. എന്റെ മുഖം കാണാൻ എന്താണ്, നിന്റെ മുഖം കൊള്ളൂലാത്ത നല്ല രസമുണ്ട്. എന്തിനാ എടുക്ക ഇവിടെ? ഇത് തരിക്കാനുള്ള ക്രീം തരിച്ചിട്ട് എന്തിനാ മുഖത്ത് ചൂട് പിടിപ്പിക്കാൻ? കണ്ട താഴോട്ട് കുഴി മാറ്റാൻ, കറുപ്പ് മാറ്റാൻ. വെളുക്കാൻ തെച്ച് പണ്ടായിന്ന് കേട്ടിട്ടുള്ളൂ. എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകുമ്പോ വേണ്ടാത്തേ പറയുള്ളൂ. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം. കണ്ടാൽ നല്ല നല്ല രസമുണ്ട്.
ഇതാണ് ഞാൻ കാണുന്നത്. ഈ ഒരു ചെറിയൊരു ഇങ്ങനെ ഫോൾഡ് ഉണ്ടല്ലോ നമുക്കിവിടെ ലാഫ് ലൈൻസ് കുറച്ച് ഇങ്ങനെ പ്രോമിനൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ചെറിയൊരു ക്യാപ്പ്, അതുകൊണ്ടാണ് ഈ കറുപ്പ് പോലെ തോന്നുന്നത്, ഈ ഷാഡോ വരുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ഇവിടെ ചെറിയത് ഇങ്ങനെ ആവുന്നുണ്ട്. അപ്പൊ നമ്മള് ട്രീറ്റ്മെന്റ് വെച്ചിട്ട് ഇങ്ങനെ ആക്കും. അപ്പൊ അത് ഇമ്പ്രൂവ് ചെയ്യും. അത് കൂടാതെ ഈ കണ്ണിനടിയിൽ ഇതാണ് കൂടുതൽ പ്രോബ്ലം. അത് ഇങ്ങനെ സാഗിങ് വരുന്നോണ്ടാണ്. ഇങ്ങനെ നമുക്ക് ലെസ് ചെയ്യുമ്പോൾ ഇതും ഇമ്പ്രൂവ് ആവും. പക്ഷെ അത് ഇമ്പ്രൂവ് ആയിട്ടില്ലെങ്കിൽ കുറച്ച് നമുക്ക് പിള്ളേരും കൂടി കൊടുക്കണം. പിന്നെ ഈ ഏരിയയിൽ ഇവിടെ ചെറിയൊരു പിഗ്മെന്റേഷൻ, ഇത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്കിന്നിലെ ഒരു ടിപ്പിക്കൽ ഒരു പിഗ്മെന്റേഷൻ വരും ഈ സൈഡില്. ചിലവർക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തത് വരെയൊക്കെ വരാം. അത് കൂടാതെ ഈ ചുണ്ടിന് ചുറ്റും ചിലവർക്ക് വീണൊക്കെ അത് അധികമില്ല. പക്ഷെ ഈ ഏരിയയിൽ ഇങ്ങനെ കറക്കുണ്ട്. ഇത് സൺ എക്സ്പോഷർ ഇങ്ങനെ ഹീറ്റഡ് എക്സ്പോഷർ വന്നിട്ട് അപ്പോൾ ഇങ്ങനെ ഈ വൈറ്റമിൻ സി പോലത്തെ ഇങ്ങനെ വൈറ്റനിങ് ലൈറ്റനിങ് ക്രീംസ്, അതൊരു ആന്റി ഏജിങ് ക്രീമായിട്ട് യൂസ് ചെയ്യുക. ഈ പിഗ്മെന്റേഷൻ ഇമ്പ്രൂവ് ചെയ്യും. ഈ ഓവറോൾ സ്കിൻ ഇമ്പ്രൂവ്മെന്റ് ആണ് നമ്മൾ ഈ PRP ചെയ്യുന്നത്. PRP കണ്ണിൻ്റെ അടിയിലും കുത്തിവെക്കുക. ഇങ്ങനെ നമ്മളൊരു ക്യാനില വെച്ചിട്ട് അപ്പോൾ ബ്രൂസ് ഒന്നും ഉണ്ടാവില്ല. ഡയറക്ട്ലി നമ്മളിവിടെയല്ല ഇഞ്ചെക്ട് ചെയ്യാം. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു ക്യാനുല പോലെ, ക്യാനുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷാർപ്പല്ല, ജസ്റ്റ് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ നിറയ്ക്കും. ഹെയർ തിന്നിങ്ങിന് ഇവിടെ PCOD-ന്റെ ഇവിടെ ചെറുതായിട്ട് ബാക്കിലും, അപ്പൊ അവിടെ നമുക്ക് PRP ഇഞ്ചെക്ട് ചെയ്യാം. പേരൊക്കെ പറഞ്ഞോളൂ കേട്ടാ. ഞാൻ പേര് പറഞ്ഞത് തെറ്റിപ്പോവും. ടിൻഡ റയർ നെയിം ആണ് കേട്ടോ. എന്റെ ഫ്രണ്ടിന്റെ പേര് ലിൻഡയാണ്. നിങ്ങളുടെ പേര് പറയൂ. ഡെൽസി. എന്റെ പേര് ജിതി. ജിതി ജിതി. എന്റെ പേര് ജ്യോതി. ജ്യോതി. കൂടെ നല്ല രൂപത്തിൽ നമുക്ക് ഫോട്ടോ എടുക്കാം. ഇപ്പൊ ഇതിന് ശേഷമുള്ള റിസൾട്ടിന് ശേഷം നമുക്ക് ഇതേപോലെ കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാം കൂടി ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുന്ന പോലെ ഉണ്ടാവും. ഒക്കെ ശരിയാവും.